ധനഹാം 1-ാം വ്യാഴം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സ്നാപകന്റെ ദൗത്യം. യോഹന്നാൻ ഏവരാലും അംഗീകരിക്കപ്പെട്ട ഒരാളായിരുന്നു. യേശു വരുന്നതുവരെ അവനിലായിരുന്നു ഏവരുടെയും പ്രതീക്ഷ. യേശുവിനെ കണ്ടപ്പോൾ പരിശുദ്ധാത്മാ നിവേശിതമായി തന്നെ മറന്ന് അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കളം ഒഴിഞ്ഞുകൊടുത്തു. ദൈവമായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത ഇട്ടെറിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങിവന്ന യേശുവിനെ പോലെ വലിയ മനസ്സുള്ളവർക്ക് മാത്രമേ ഇതിന് കഴിയൂ. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. പ്രകൃതി നൽകുന്ന പാഠവും ഇതുതന്നെയാണ്. ജലം എപ്പോഴും താഴോട്ടൊഴുകുന്നു. ഫലം നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകൾ പടർന്നു താഴ്ന്നു കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾ വളർന്നാൽ അവരുടെ പാട്ടിന് വിട്ട് തള്ളക്കോഴിയെ പിൻവാങ്ങുന്നു. പക്ഷേ സ്വന്തം ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മാത്രം ഇല്ലാത്ത വലിപ്പം കാണിച്ച് അഹങ്കരിച്ച് ജീവിക്കുന്നു. ലോകത്തിൽ ഇത് ആദ്യം കടന്നു വരുന്നത് ലൂസിഫറിന്റെ അഹങ്കാരത്തിലൂടെയാണ്. ദൈവത്തെ അറിഞ്ഞവരെന്ന് അഭിമാനിക്കുന്ന നമുക്ക് നമ്മെ സ്വയം അളക്കാനുള്ള ഏക ഉപകരണം നമ്മിലുള്ള എളിമയുടെ അളവാണ്.